ശക്തമായ സമരം ഇനി സർക്കാരിലേക്കും തിരിക്കുക എന്നുള്ളത് തന്നെയാണ് SFI ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രതികരിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, എന്താണ് റോജി എം ജോൺ ഉണ്ടാത്തത്? റോജി എം ജോൺ എന്തിനാണ് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഞാൻ മേൽപ്പിടുത്തത്തിനുള്ള പ്രശ്നങ്ങൾക്കില്ല. ഗവർണറോടുള്ളത് എന്തെങ്കിലും വഴിത്തർക്കമല്ല, കുടുംബ പ്രശ്നമല്ല, മറിച്ച് ഗവർണർക്കില്ലാത്ത അധികാരം അദ്ദേഹം കേരളത്തിൽ ഉപയോഗിക്കുകയാണ്. അത് അനുഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് റോജി എം ജോൺ ഒരു പോർട്ട്ഫോളിയോ? അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റികളിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ, VC-മാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, രജിസ്ട്രാർമാരെ നിയമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഔദ്യോഗിക വസതി, എന്തിനാണ് ഔദ്യോഗിക വാഹനം, എന്തിനാണ് സെക്രട്ടേറിയറ്റ് അനക്സിൽ 50 പേര് സ്റ്റാഫും വെച്ചിട്ടുള്ള ഒരു ഓഫീസ്? അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. ഇതാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ഇനി ഇടപെടുന്നില്ല എങ്കിൽ ശക്തമായ സമരം റോജി എം ജോൺ ഈ കേരളത്തിലെമ്പാടും കാണേണ്ടി വരും. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് സമരം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സർവകലാശാലയുണ്ട്, അങ്കമാലിയിൽ, കാലടി സർവകലാശാല. ആ സർവകലാശാലയിൽ VC വരാറില്ല. അദ്ദേഹം അന്വേഷിക്കാറുണ്ടോ? അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇവരെ. പകരം നിയന്ത്രിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി. പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ ഗവർണറുടെ ദല്ലാള്. പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമിച്ചു കൊടുത്തത് ആരാ? VD സതീശൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാ? B അശോക് ആരാ? മോദി സ്തുതപാഠകൻ. മോദിക്ക് വേണ്ടി എപ്പോൾ സ്തുതി പാടുന്ന ആളാണ് B അശോക് എവിടെ ചെന്ന് ചേരുന്നുള്ളത് നിശ്ചിത കാലത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നിലയാണ് അവർ സ്വീകരിക്കുന്നത്. ശക്തമായ സമരം ഞങ്ങൾ ഇരുമുഖങ്ങളോടും തുറക്കേണ്ടി വരികയാണ്. ഗവർണറോട് മാത്രമല്ല, അവരെ പിന്തുണക്കുന്ന മന്ത്രിയായി റോജി എം ജോണും അതോടൊപ്പം തന്നെ VD സതീശനും മാറുകയാണ്, അവരുടെ സർക്കാരും മാറുകയാണ്. അപ്പോ അങ്കമാലിയിലെ അല്ലെങ്കിൽ കേരളത്തിലെമ്പാടും കോൺഗ്രസിന് വോട്ട് ചെയ്ത, UDF-ന് വോട്ട് ചെയ്ത ജനാധിപത്യ വിശ്വാസികളെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് നിലപാടെടുക്കുന്നത്. KM ഷാജിയുടെ പ്രസംഗത്തിന്റെ ബാക്കി പത്രം ഇപ്പൊ എവിടെയാണ്? അറബിക്കടലിൽ ചെന്ന് വീഴേണ്ട PM ശ്രീ ഇപ്പൊ എവിടെയാണ്? മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും പട്ടേലിനെയും ഒക്കെ എടുത്തു മാറ്റുന്ന പാഠപുസ്തകം വരുമെന്നറിഞ്ഞിട്ടും അത് ശരിവെച്ച ആളല്ലേ KM ഷാജി? PMAY-നെ അംഗീകരിച്ച ആളായി മാറിയില്ലേ KM ഷാജി? നരേന്ദ്രമോദിയുടെ ഫോട്ടോ അച്ചടിച്ചുകൊണ്ട് വീടുകൾ കൊടുക്കാമെന്ന നിലപാട് ലീഗിന്റെ ഒരു മന്ത്രി സ്വീകരിച്ചു. അപ്പോൾ മുഴുവൻ മന്ത്രിസഭയും മുഴുവൻ UDF രാഷ്ട്രീയവും സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ സമരം ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കുന്ന കോൺഗ്രസ് മന്ത്രിസഭയ്ക്കും ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ഞങ്ങൾ ഉയർത്തും. അത് തന്നെയാണ് തീരുമാനം. അദ്ദേഹം ഒരു CEO കളിക്കുകയാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം ഒരു CEO കളിക്കുകയാണ്. CEO മുഖ്യമന്ത്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. CEO-യിൽ എമ്പതി ഉണ്ടാവില്ല, സിമ്പതി ഉണ്ടാവില്ല. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയിൽ മനുഷ്യരോടുള്ള ഈ 3.25 കോടി ജനതയിൽ അവസാനത്തെ മനുഷ്യനെയും കരുതാനുള്ള ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് പ്രവർത്തിക്കും. അത് VD സതീശനിൽ ഇല്ല. അദ്ദേഹം ഒരു മുതലാളിത്ത സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഇടപെടൽ നടത്തി അദ്ദേഹത്തിന്റെ പാർട്ണറായി അദാനിയെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ മറ്റൊരു കൊളാബറേറ്ററായി മോദിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് ഇല്ല, ഒരു കോൺഗ്രസ് മാൻ ഇല്ല. അതോടൊപ്പം തന്നെ അത് അവരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. VD സതീശനിൽ കോൺഗ്രസ് മാൻ ഇല്ല എന്ന് കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ അഭിപ്രായമാണ്. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. VD സതീശൻ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അധികകാലം മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം കേരളത്തിൽ പ്രതിഷേധങ്ങൾ നേരിടാൻ പോകുന്ന മനുഷ്യനായി VD സതീശൻ മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.